കേരളത്തിൽ 4 കോർപ്പറേഷൻ യു.ഡി.എഫ് പിടിച്ചെടുക്കുകയും തിരുവനന്തപുരത്ത് ബി.ജെ.പി ഒരു സ്ഥലം പിടിച്ചെടുക്കുകയും കോഴിക്കോട് എങ്ങനെയൊക്കെയോ എൽ.ഡി.എഫ് രക്ഷപ്പെടുകയും ചെയ്തു. എറണാകുളത്ത് അനിൽകുമാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, അദ്ദേഹം ആയിരുന്നുള്ള മേയർ, അദ്ദേഹം ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി, പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. 4 പേര് യു.ഡി.എഫിലുണ്ടായിരുന്ന പേരാണ് സുനിത ഡിക്സൺ, പിന്നെ കാജൽ എന്ന് പറയുന്ന വെൽഫെയർ സംഘടന, സോളിഡാരിറ്റി സംഘടനയുള്ള ആൾ, അതേ പ്രിയ പ്രശാന്ത്, കലിസ്ത പ്രകാശ്, ലൈല ദാസ്. ഇതിൽ 5 പേര് 4 പേര് ബി.ജെ.പിയിൽ ചേർന്ന് ഇപ്പം ബി.ജെ.പി സ്ഥാനാർത്ഥികളായിരുന്നു. ഇവരൊക്കെ തന്നെ അവിടെ കഴിഞ്ഞ ഭരണകാലത്ത് ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ആൾക്കാരാണ് എന്നാണ് പറഞ്ഞത്. അതായത് കോൺഗ്രസ് ഈ ബി.ജെ.പിയുടെ സഹായത്തോടെ കോൺഗ്രസ് ഇവിടെ ഭരിക്കുകയായിരുന്നു, കോൺഗ്രസിൻ്റെ സഹായത്തോടെ ഇവരും ജയിക്കുകയായിരുന്നു, ഭരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ബി.ജെ.പിക്കെതിരെയുള്ള ശക്തമായ രൂപത്തിലുള്ള ഒരു ആരോപണമാണ്. എന്താണ് അതിനെക്കുറിച്ച് ശ്രീ ബാലേന്ദ്രൻ പറയാനുള്ളത്? കൊച്ചി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ള CPM-നുണ്ടായിട്ടുള്ള പരാജയം, ആ പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് നടന്നിട്ടുള്ള പഴയ ഉൾക്കളികളെല്ലാം ഇപ്പോൾ തുറന്നു പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിലൊരു സംഭവങ്ങൾ ഇദ്ദേഹം പറയുന്നത് പ്രകാരം അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോഴല്ലായിരുന്നു. അപ്പോൾ അന്നൊക്കെ അദ്ദേഹം ഈ തൻ്റെ അതിന് മുമ്പായിട്ട് അയാളുടെ ആ പ്രസ്താവന ഒന്ന് അയാൾ നടത്തിയ പത്രസമ്മേളനം ഒന്ന് കാണാം, എന്നിട്ട് പറയും. വിവാദം ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഇരുന്നില്ലേ കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുത്തത്? ഇപ്പോഴും നിങ്ങൾ അതിന്റെ രേഖകൾ നോക്ക്. ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി, സോളിഡാരിറ്റിയുടെ സ്ഥാനാർത്ഥിയായി ലീഗിന്റെ പേരിൽ വന്ന കാജൽ സലീം 1, 2 ഇപ്പൊ പിന്നീട് ഞങ്ങളുടെ ഒപ്പം വന്ന UDF റബലായ കലിസ്ത പ്രകാശൻ 2, 3 എനിക്ക് ചിരി വരുന്ന കാര്യം കോണി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ലൈല ദാസ് 3, ഇനി ഒരാൾ സുനിത ഡിക്സൺ 4. ഈ 4 UDF കൗൺസിലർമാരും കോർപ്പറേഷനിലെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 4 പേര് മാർക്ക വോട്ട് ചെയ്തെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം ഒരു ചരമക്കോളത്തിൽ കൊടുത്തന്ന് 4 പേരും വോട്ട് ചെയ്തത് ബി.ജെ.പിക്കാണ്. ബി.ജെ.പിയുടെ 4 പേർക്കും വോട്ട് ചെയ്തു. ആർക്കൊക്കെ? പ്രിയ പ്രശാന്ത്, സുധാകരി, 4 പേർക്കും വോട്ട് ചെയ്തു. ഞാനിത് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ UDF-ന്റെ മറുപടി എന്തായിരുന്നു അറിയൂ? കോൺഗ്രസിന്റെ ആരും വോട്ട് ചെയ്തിട്ടില്ലെന്നാണ്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് 8 മതി, ഡിവൈഡ് ചെയ്ത് കൊടുത്താ. അപ്പൊ ഈ UDF അല്ലേ? തങ്ങൾ നഗറിൽ നിന്ന് ജയിച്ചു വന്ന ലൈലാദാസ് UDF അല്ലേ? ഏണി ചിഹ്നത്തിൽ കാജൽ സലീം UDF അല്ലേ? ഇവരുടെ അനുമതി ഇല്ലാതെ അവർ വോട്ട് ചെയ്യൂ? UDF-ന്റെ ഭാഗമായി വോട്ട് ചെയ്തല്ലേ? സോളിഡാരിറ്റിയും ലീഗും ബാക്കി എല്ലാവരും വോട്ട് ചെയ്തു. ആർക്ക്? താമര ചിഹ്നത്തിൽ ജയിച്ചു വന്ന. അങ്ങനെയാണ് പ്രിയ പ്രശാന്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആളുകൾ എന്തെങ്കിലും ചെറിയ ഞങ്ങളൊന്ന് സ്ലിപ്പ് ചെയ്താൽ വലിയ വാർത്തയാവും. പക്ഷെ ഇത്രയും വലിയ ആത്മവഞ്ചന കാണിച്ചിട്ട് അതൊരു വാർത്തയായില്ല, അതൊരു ചരമക്കോളത്തിൽ അവസാനിച്ചു. അതിന്റെ പുനരാവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. കേട്ടല്ലോ, അയാൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം. ഏറ്റവും രസകരമായ കാര്യം, അന്ന് ഭരണത്തിലിരുന്ന സമയത്ത് കലിസ്ത പ്രകാശ് മുമ്പ് കോൺഗ്രസ് എന്നായിരുന്നാലും ഇപ്പോൾ CPM-ന് കൂടിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരു നല്ല ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇത് പറയേണ്ടത് ഇലക്ഷൻ കഴിഞ്ഞൊരു ആഴ്ച കഴിയുമ്പോഴല്ല. അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടും റിസൾട്ട് വരുന്നത് വരെയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞത് എപ്പോഴാണ്? റിസൾട്ട് വന്നതിന് ശേഷം. അത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടത് അദ്ദേഹം പറഞ്ഞത് പാർട്ടി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പരാജയം നേരിടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പാർട്ടി ഒരു 38-39 സീറ്റ് വരെ പ്രതീക്ഷിക്കുമ്പോഴും ഞാൻ ഒരു വലിയ പ്രതീക്ഷയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, ഒരു 34-35 കിട്ടും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് ഇപ്പോഴും LDF ആണ് ഭരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പുറത്ത് പൊതുജനം അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭരണം നിലനിർത്തി പോകാൻ, തൻ്റെ മേയർ സ്ഥാനം നിലനിർത്തി പോകാൻ അവിടെ നടന്നിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങളും, ഈ പറഞ്ഞ മാതിരി ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കണ്ണടച്ചു കൊടുത്തുകൊണ്ട് ഭരണം നിലനിർത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ തുറന്നു പറച്ചിലിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയ പ്രശാന്ത് ബി.ജെ.പിയുടെ ആളായിരുന്നു, ടാക്സ് ആൻഡ് അപ്പീലിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അതെ. അവർ ഈ പറഞ്ഞ മാതിരി BJP 5 കൗൺസിലർമാരുണ്ടായിരുന്നു. പത്മകുമാരി, സുധാ ദിലീപ്, അതുപോലെ തന്നെ നമ്മളുടെ
2 പേര് കൊച്ചിയിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കൗൺസിലർമാരെ വെച്ചുകൊണ്ട് ഇപ്പോൾ BJP അതിനേക്കാളും ഒരു പരിധിക്ക് പറഞ്ഞാൽ ഒരു സീറ്റും കൂടി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിജയം തൃക്കണാർവട്ടത്തേക്ക് എത്തി. അപ്പോൾ ഒരു സിറ്റിംഗ് സീറ്റ് നമുക്ക്, അതേപോലെ തന്നെ പത്മജ എസ് മേനോൻ മത്സരിച്ച വാർഡ് അത് നമുക്ക് പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് BJPയുടെ കയറ്റം അല്ലെങ്കിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ള വൻ വിജയം, അതിലൂടെ CPM-നുണ്ടായിട്ടുള്ള ഇടിവ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ സാറേ ഈ എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ കൊച്ചി നഗരസഭാ പരിധിയിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് 10 രൂപയുടെ ചോറ് കൊടുക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ 20 രൂപയ്ക്ക് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാനും കഴിയുന്ന സംവിധാനം ഒരുക്കുക എന്നുള്ളതല്ല ഈ നഗരത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ അനിൽകുമാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണം? അല്ല, അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു ഭരണം എന്നുള്ള രീതിക്ക് അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുവെ അങ്ങനെ മാന്യതയുള്ള ഒരാളാണ്. അതിനകത്തൊന്നും നമുക്ക് വേറെ ഇതൊന്നും പറയാം. പക്ഷേ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ പൊതു ആയിട്ടുള്ള വിഷയങ്ങൾ എന്താണ് സാർ? ഇപ്പോഴും ഞാൻ പറയണു, വെള്ളക്കെട്ട്, കൊതുക് ശല്യം, അലക്ഷ്യമായി കിടക്കുന്ന കേബിളുകൾ, ഗതാഗത കുരുക്ക്, ഫുട്പാത്ത് കയ്യേറിയിട്ടുള്ള കച്ചവടങ്ങൾ, വഴിയോര റോഡുകൾ. ഇപ്പോഴും സാറൊന്ന് നോക്കണം, കലൂര് മുതൽ പൊറ്റക്കുഴി ജംഗ്ഷൻ വരെയുള്ള റോഡ് കോർപ്പറേഷൻ്റെ റോഡാണ്, വീതി കൂട്ടാൻ പറ്റിയിട്ടില്ല. 10,000 ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് അമൃതയിലെ അടക്കം പോകുന്നത്. ആ റോഡ് വീതി കൂട്ടാൻ നഗരസഭയ്ക്ക് പറ്റിയിട്ടില്ല. അവിടെ നിന്ന് പൊറ്റക്കുഴി മുതൽ അങ്ങോട്ട് പിന്നെ നമ്മളുടെ അമൃത വരെയുള്ള ഭാഗങ്ങൾ വീതി കൂട്ടിയിരിക്കുന്നത് അത് PWD റോഡാണ്. അതുപോലെ ഏതാണ്ടൊരു 20-25 വർഷം 30 വർഷമായിട്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ഒരു റോഡാണ് പൊറ്റക്കുഴി ജംഗ്ഷനിൽ നിന്ന് മാമംഗലത്തേക്ക് വന്ന് കയറുന്ന റോഡ്, കലൂർ ജംഗ്ഷൻ ടു പൊറ്റക്കുഴി റോഡ്. അവിടെ നിന്ന് പൊറ്റക്കുഴി ടു മാമംഗലം ഉണ്ട്. ഈ മാമംഗലം റോഡൊക്കെ 25-30 വർഷമായിട്ട് ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എതിരായിട്ട് വന്നാൽ ഒരു മനുഷ്യന് നടക്കാൻ പറ്റുന്ന വീതി പോലും ഇല്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങൾക്ക് വരെ അനുമതി കൊടുത്തിട്ടുണ്ട് നഗരസഭ. ഞാൻ പറഞ്ഞത് കൊച്ചി നഗരത്തിലെ ജനങ്ങൾ സത്യത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മാതിരത്തെ ആൾക്കാരല്ല. അവരിവിടുത്തെ ദുരിതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ, ഈ വെള്ളക്കെട്ടാണെങ്കിലും കേബിളിൻ്റെ ശല്യമാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നഗരമാണ് കൊച്ചി. പഴയ കൊച്ചിയല്ല, കാരണം ഏറ്റവും അധികം വികസിക്കേണ്ട സ്ഥലമാണ്. അതിന് അത്യാധുനികമായ രൂപത്തിൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ പഴയ കൊച്ചിയെക്കാട്ടും കഷ്ടമായിട്ടാണ് ഇപ്പോഴും ഈ കൊച്ചി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നല്ലേ സത്യം. ഒരു സംശയം വേണ്ട. ഇപ്പോഴും ഫണ്ടുകളുടെ വരവ്, അതിൻ്റെ വിനിയോഗം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പോൾ കേന്ദ്ര CSML ഫണ്ട് വെച്ചിട്ടാണ് തുരുത്തി എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ്. അതുപോലെ ഇവിടുത്തെ PMAY പദ്ധതി പ്രകാരം നമ്മളുടെ ഈ CSML ആണ് ചെലവന്നൂർ കായലിൻ്റെ ഡ്രഡ്ജിങ്, പേരണ്ടൂർ കനാലിൻ്റെ വർക്ക്, അതേമാതിരി എടപ്പള്ളി തോടിൻ. ഇവിടെ മഴ കാത്ത് കഴിയുന്ന വേഴാമ്പലുകളെ പോലെ കുറേ എണ്ണങ്ങൾ ഇരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഈ കനാലുകളൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ ഒരു ഡിസാസ്റ്ററിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ അതിനകത്ത് നിന്ന് എന്തോരം ഊറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സാറേ ഈ കഴിഞ്ഞ മാസം ഞാൻ പത്രത്തിൽ കണ്ടതാണ്, 222 കോടി രൂപയാണ് കൊച്ചി നഗരത്തിലേക്ക് മാത്രം, കൊച്ചി നഗരസഭയ്ക്ക് ഈ വെള്ളക്കെട്ട് നിവാരണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച് നൽകാൻ പോണത്. അതിൽ 22 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും 200 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയുമാണ്. ഈ ഫണ്ട് ഇവിടെ വിനിയോഗിക്കാൻ, സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി വേണം. അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിയ കെടുകാര്യസ്ഥതയും അഴിമതിയും പോലെ തന്നെ ഒരു ഭരണം ഈ വരാൻ പോകുന്ന ആര് മേയറായിക്കോട്ടെ, ഞാൻ ഒരു കാര്യം കൂടി വളരെ വ്യക്തമായിട്ട് പറയാം. കൊച്ചി നഗരത്തിലെ ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. മഴ പെയ്യാൻ വെള്ളക്കെട്ട്, റോഡുകളിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഗതാഗത കുരുക്ക്, ബസ്സുകളുടെ മരണപ്പാച്ചിൽ, ഞാൻ പറഞ്ഞില്ലേ കേബിളിൻ്റെ ശല്യം, അലക്ഷ്യമായിട്ട് കിടക്കുന്നത്, പൊതു കാനയോരങ്ങളിൽ കച്ചവടം നടത്തുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ ഇനി വരുന്ന ഭരണസമിതിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഗൗരവമായിട്ടുള്ള ഒരു മുൻകൈ എടുത്തില്ല എങ്കിൽ. താങ്കൾ ഈ കൊച്ചിയെ പറ്റി പൂർണ്ണമായിട്ട് അറിയുന്ന ഒരാളാണ്. ഈ ഇപ്പോഴുണ്ടായ ഭരണമാറ്റം, അതായത് അനിൽകുമാർ എല്ലാവരും മുന്നിൽ വലിയ മാന്യനായ ഒരാളായിട്ടാണ് അവതരിക്കപ്പെട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണം എത്ര നല്ലതായിരുന്നെങ്കിൽ ഈ UDF അധികാരത്തിൽ വരുമായിരുന്നു? തീർച്ചയായിട്ടും വരില്ലല്ലോ. മാന്യതയ്ക്കല്ലല്ലോ റേറ്റ് കൊടുക്കുന്നത്. സംസാരത്തിൽ മാന്യത പുലർത്തുന്ന, മാന്യതയ്ക്കും പിന്നെ എന്താ പറയണ സംസാരത്തിനും അല്ലല്ലോ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്. വികസനം എന്ന് പറയുന്ന സാധനം എന്താണ്? വികസനം പൊതുജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ്
ആ ഭരണാധികാരിയെ ജനങ്ങൾ അംഗീകരിക്കുന്നത്. ഇവിടെ ഭരണത്തിന് കോട്ടം തട്ടി എന്നുള്ളതാണ് ജനങ്ങൾ തിരിച്ച് വോട്ട് ചെയ്തതും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയതും എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് തന്നെയാണ് ഇനി ഭരിക്കാൻ പോകുന്നവരാരായിരുന്നാലും ഈ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും ഈ വെള്ളക്കെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 10-20 കാര്യങ്ങളുണ്ട്. ഇത് പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതിനേക്കാട്ടിലും വലിയ അവസ്ഥ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്നതിൽ ഇവരും ആ വഴി തന്നെ പിന്നെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതായത് ഇപ്പോൾ അനിൽകുമാർ നടത്തിയ പ്രസ്താവന അനവസരത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഭരിക്കുമ്പോൾ അദ്ദേഹം ഇവരെ എല്ലാവരും കൂടെ കൂട്ട് കച്ചവടത്തിലായിരുന്നു, അല്ലെങ്കിൽ ഇവരെ എല്ലാവരും സഹായം തേടിയിരുന്നു. ഭരിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഇത്തരത്തിൽ പറയുന്നത് നെറികേടാണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? കമലാ സുരയ്യ നമ്മുടെ ഇതിൽ നിന്ന് വിട്ടുപോയല്ലോ, ഈ ഹിന്ദു മതം വിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഹൈന്ദവ ആചാരങ്ങളെയും മതങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞതുപോലെ ഭരണത്തിലിരിക്കുമ്പോൾ അതിനെല്ലാത്തിനെയും കൂട്ടുനിന്നുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അതിനകത്ത് ഇരുന്ന് ഉണ്ടായ കുഴപ്പങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അത് സ്വന്തം കഴിവുകേടിനെ കൂടി ഒരു പരിധി വരെ അല്ല, അയാൾ മലർന്നു കിടന്ന് തുപ്പുകയാണ് യഥാർത്ഥത്തിൽ. കാരണം അങ്ങേര് ചെയ്ത കാര്യങ്ങൾ തന്നെ അങ്ങേര് വിളിച്ചു പറയുകയാണ്. എല്ലാവരെയും കൂടെ കൂട്ടുപുറത്തി ഞാൻ ചെയ്തിരുന്നു, അതിലൊരാൾ ഇപ്പം CPM-ലും വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ തന്നെയാണ്, ഈ പറയുന്ന അനിൽകുമാർ തന്നെയാണ് ഇത്തരം വൃത്തികളുടെ എല്ലാം കൂട്ടി നിന്നിട്ട് ചെയ്തിട്ടുള്ളത്. ഭരിച്ചു കഴിഞ്ഞിറങ്ങിയ ശേഷം അതൊക്കെ മോശമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ യഥാർത്ഥ ഉത്തരവാദി എന്ന് പറയുന്നത് അനിൽകുമാർ തന്നെയാണ്. പറയേണ്ട സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തി. ഇപ്പോൾ ഞാൻ ഇപ്പോഴും നേരത്തെ പറഞ്ഞു, LDF ഭരണത്തിൽ വന്നിരുന്നു എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിലുകൾ ഉണ്ടാവില്ല, പൊതുജനങ്ങൾ അറിയുന്നില്ല. ഇത് നമ്മൾ നിത്യവും ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അതിനകത്തുനിന്ന് നമുക്ക് കിട്ടില്ലായിരുന്നു. ഇത് അദ്ദേഹം തന്നെ തുറന്നു പറയേണ്ട സ്ഥിതിവിശേഷം വന്നു. ഇങ്ങനെ ഒരു അട്ടിമറി വിജയം UDF ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എറണാകുളത്ത്? ഭരണമാറ്റം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇവിടെ ഭരണം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പിന്നെ ഫ്ലാറ്റ് പണിതു, അല്ലെങ്കിൽ CSML ഫണ്ട് ഉപയോഗിച്ച് നമ്മളുടെ ചെലവന്നൂർക്ക് ആയാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല. അത് പരാജയത്തിന് അന്നു മുതൽ ഇന്ന് വരെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ഭരണം വന്നാൽ അത് കൃത്യമായി പരിഹരിക്കുന്നില്ലെങ്കിൽ അവർക്കും തിരിച്ചടിയായി മാറും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എന്തായാലും അനിൽകുമാർ ഒരു നയമുള്ള ആളല്ല. ഭരിക്കുമ്പോൾ ഒരു നയവും ഇറങ്ങിക്കഴിഞ്ഞ വേറെ നയവും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നല്ല ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് കപട രാഷ്ട്രീയക്കാരൻ തന്നെയാണ് അദ്ദേഹവും എന്ന് പറയാം. ഓക്കെ, താങ്ക് യു.